This video is sponsored by Moat. ഉത്തർപ്രദേശിലെ മുറാദ്നഗറിലെ ഒരു കശ്മീരി പണ്ഡിറ്റ് കുടുംബത്തിലാണ് സുരേഷ് റെയ്ന ജനിച്ചത്. ജമ്മു കശ്മീരിലെ ശ്രീനഗർ ജില്ലയിലെ റെയ്നാവാരി സ്വദേശികളാണ് മാതാപിതാക്കൾ. ഗാസിയാബാദ് നഗരത്തിലെ രാജ്നഗറിന്റെ സമീപ പ്രദേശത്താണ് സുരേഷ് റെയ്ന താമസിക്കുന്നത്. അവന്റെ എല്ലാ സ്കൂൾ വിദ്യാഭ്യാസവും ഒരു ബോർഡിംഗ് സ്കൂളിലാണ്. സുരേഷ് റെയ്നയുടെ പിതാവിന്റെ പേര് ത്രിലോക്ചന്ദ് റെയ്ന, അമ്മയുടെ പേര് പർവേഷ് റെയ്ന. അദ്ദേഹത്തിന്റെ പിതാവ് ഇന്ത്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ഓർഡിനൻസ് ഫാക്ടറിയിലെ സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു. ജമ്മു കശ്മീരിലെ റെയ്നാവാരി എന്ന സ്ഥലത്താണ് റെയ്നയുടെ കുടുംബം. എന്നിരുന്നാലും കാശ്മീരി ഹിന്ദുക്കളുടെ വേർപാടിന് ശേഷം 1990കളുടെ അവസാനത്തിൽ ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് ജില്ലയിലെ മുറാദ്നഗർ പട്ടണത്തിൽ റെയ്നയുടെ കുടുംബം സ്ഥിരതാമസമാക്കി. സുരേഷ് റെയ്നയ്ക്ക് 2 സഹോദരങ്ങളും ഒരു സഹോദരിയും ഒരു മൂത്ത സഹോദരനുണ്ട്. മൂത്ത സഹോദരൻ ദിനേശ് റെയ്ന ഇന്ത്യൻ ആർമിയിൽ സേവനമനുഷ്ഠിക്കുന്നു. 1998 ലക്നൌവിലെ ഗുരു ഗോവിന്ദ് സിംഗ് സ്പോർട്സ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് സുരേഷ് റെയ്ന. റെയ്നയുടെ അമ്മാവൻ അശോക് കുമാറിനെ പഞ്ചാബിലെ വീട്ടിൽ കവർച്ചയ്ക്കിടെ കവർച്ചക്കാർ ക്രൂരമായി മർദ്ദിച്ചു. നിർഭാഗ്യവശാൽ ആക്രമണം മാരകമായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മാവന്റെ മരണത്തിൽ കലാശിച്ചു. അതിനാൽ സംഭവത്തിന് തൊട്ടുപിന്നാലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2020 കളിക്കുന്നതിൽ നിന്ന് അദ്ദേഹം സ്വയം പിന്മാറുകയും ഈ പ്രയാസകരമായ സമയത്ത് കുടുംബത്തോടൊപ്പം ഉണ്ടായിരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. 2015 ഏപ്രിൽ 3 മുതൽ പ്രിയങ്കയെ റെയ്ന സന്തോഷത്തോടെ വിവാഹം കഴിച്ചു. കൂടാതെ ഒരു മകളും ഒരു മകനും ഉണ്ട്. തന്റെ ബാറ്റിംഗ് ശൈലിയോട് ആക്രമണാത്മക മനോഭാവമുള്ള മധ്യനിര ഇടങ്കയ്യൻ ബാറ്റ്സ്മാനാണ് സുരേഷ് റെയ്ന. തന്റെ ആക്രമണാത്മക ബാറ്റിംഗ് ശൈലി കാരണം ടെസ്റ്റ് ക്രിക്കറ്റ് ഒഴികെയുള്ള ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിലും അദ്ദേഹം വിജയം കണ്ടു. സുരേഷ് റെയ്ന ഇടയ്ക്കിടെ ഓഫ് ബ്രേക്ക് ബൗളറായി പന്തെറിയുന്നു. തന്റെ കരിയറിൽ ഉടനീളം അദ്ദേഹം കളിച്ച ടീമുകൾ എല്ലായ്പ്പോഴും ഷോർട്ട് ബോളുകളുടെ ബലഹീനത മുതലെടുക്കാൻ ശ്രമിച്ചു. ഷോർട്ട് പിച്ച് പന്തുകളുടെ ദൗർബല്യത്തിന്റെ പേരിൽ നിരവധി വിമർശനങ്ങൾ അദ്ദേഹം നേരിട്ടു. രഞ്ജി ട്രോഫി ആഭ്യന്തര ക്രിക്കറ്റിൽ പോലും ഈ പോരായ്മ കാരണം അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടി. തന്റെ കരിയറിലെ മിക്ക റണ്ണുകളും അദ്ദേഹം നേടിയത് മിഡ് വിക്കറ്റ് ഓൺസൈഡ് ഏരിയയിലാണ്. മിക്ക സമയത്തും ഇൻസൈഡ് ഓഫ് ഡ്രൈവ് ഷോട്ടുകൾ കളിക്കുന്നത് അദ്ദേഹം കാണാറുണ്ട്. പന്ത് ഓഫ്സൈഡ് അടിക്കുന്നതിലും മികച്ചതാണ്. അവൻ തനിക്കായി ഇടം സൃഷ്ടിക്കുന്നു. സുരേഷ് റെയ്ന സജീവമായ ഒരു കളിക്കാരനല്ല. 2011 ആദ്യ കുറച്ച് മാസങ്ങളിൽ ബെഞ്ചിലിരുന്നു. തുടക്കത്തിൽ ടീമിൽ ഇടം നേടാൻ റെയ്ന ശരിയായ ഫോമിലായിരുന്നില്ല. പകരം ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി യൂസഫിനെ തിരഞ്ഞെടുത്തു. സുരേഷ് റെയ്നയ്ക്ക് പകരം പടാൻ. പിന്നീട് വീരേന്ദർ സെവാഗിന് ഗുരുതരമായി പരിക്കേറ്റതിനാൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുത്ത റെയ്നയെ ടീമിലെത്തിച്ചു. റെയ്നയുടെ പ്രകടനം കണ്ട് ടീം ക്യാപ്റ്റൻ ധോണി പുതിയ തന്ത്രം മെനയുകയും ക്വാർട്ടർ ഫൈനലിൽ യൂസഫ് പടാനു പകരം സുരേഷ് റെയ്നയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. നിലവിലെ ചാമ്പ്യൻ ടീം ഓസ്ട്രേലിയ. അതിനാൽ റെയ്ന ഒരു പ്രധാന പങ്ക് വഹിച്ചു. 28 പന്തിൽ 34 റൺസ് നേടിയ അദ്ദേഹം യുവരാജ് സിംഗിന് ശാശ്വതമായ കൂട്ടുകെട്ട് നൽകി. ഇതോടെ ഇന്ത്യയെ ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ എത്തിച്ചു. കൂടാതെ പാകിസ്ഥാനെതിരായ സെമി ഫൈനൽ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ പ്രകടനം അസാമാന്യമായിരുന്നു. 36 റൺസിന്റെ സംഭാവനയോടെ അവസാന സ്കോറായ 260 റൺസിലെത്താൻ അദ്ദേഹം ടൈലൻഡർമാരുമായി ഏകോപിപ്പിച്ചു. സെമി ഫൈനൽ മത്സരത്തിൽ യുവരാജ് സിംഗിന്റെ ബൗളിംഗിൽ യൂനിസ് ഖാന്റെ ക്യാച്ച് എടുത്ത് നിർണായക പങ്കുവഹിച്ചു. ഇത് 2011 ഐസിസി ലോകകപ്പ് ടീമിനെ വിജയിപ്പിക്കാൻ ടീമിനെ സഹായിച്ചു. ചില നിർണായക വീഴ്ചകളിലൂടെ റെയ്ന ഞങ്ങൾക്ക് ലോകകപ്പ് നേടിക്കൊടുത്തു എന്നാണ് കോച്ച് ഗാരി കിർസ്റ്റൻ റെയ്നയെക്കുറിച്ച് പാസാക്കിയ പ്രസ്താവന. ലോകകപ്പിന് ശേഷം ഇന്ത്യ പിന്നീട് വെസ്റ്റ് ഇൻഡീസ് പര്യടനം നടത്തി. വൈസ് ക്യാപ്റ്റൻ വീരേന്ദർ സെവാഗിന് പരിക്കേറ്റപ്പോൾ ക്യാപ്റ്റൻ എംഎസ് ധോണി വിശ്രമത്തിലായിരുന്നു. ഗൗതം ഗംഭീറിനെ ഏകദിന T20 ടീമുകളുടെ നായകനാക്കി. സുരേഷ് റെയ്ന ഡെപ്യൂട്ടി ക്യാപ്റ്റനായി. പരിക്ക് കാരണം ഗംഭീർ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. സുരേഷ് റെയ്നയെ ടീമിന്റെ ക്യാപ്റ്റനാക്കി. ഹർഭജൻ സിംഗ് അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടിയായിരുന്നു. ഏകദിന പരമ്പരയിൽ 16.4 ടെസ്റ്റിൽ 46.4 ആയിരുന്നു സുരേഷ് റെയ്നയുടെ ശരാശരി. മുൻ ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയെ വളരെയധികം വിലയിരുത്തി.